ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഒരു വലിയ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ സന്തോഷത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ലോകം മുഴുവനുമുള്ള ഒരു ആനന്ദവേളയാണ് ക്രിസ്മസ് കാലമെന്ന് പറയുന്നത്. ക്രിസ്തുമസിന് എല്ലാ സ്ഥലങ്ങളിൽ നോക്കിയാലും, കുടില് തൊട്ട് കൊട്ടാരം വരെ എല്ലാ ഭവനങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും ആഘോഷത്തിൻ്റെ തിമിർപ്പാണ്, ആനന്ദത്തിൻ്റെ അനുഭവമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ആനന്ദവും സന്തോഷവുമൊക്കെ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. 1, 2, 3 ദിവസത്തെ ആഘോഷം കഴിയുമ്പോഴേക്കും ആ സന്തോഷമൊക്കെ ശിഥിലമായി പോകുന്ന അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഈ സന്തോഷം നിലനിർത്താൻ എന്താ മാർഗം? ദുഃഖം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വിരളമായിരിക്കും. വല്ല താപസന്മാരോ സന്യാസി ശ്രേഷ്ഠന്മാരോ ഒക്കെയാണ് ദുഃഖത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ. സാധാരണ മാനവരാശിയൊക്കെ സന്തോഷത്തെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ സന്തോഷം എപ്പോഴും അനുഭവയോഗ്യമാണോ? അനുഭവയോഗ്യമാക്കാൻ മനുഷ്യന് സാധിക്കുമോ? ആധുനിക മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു 3 എ, അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് എ. 3 എകളാണ് മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു. ദാറ്റ് ഈസ് the 3 A's are basic concepts of or basic determining factors of happiness എന്നാണ് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഏതാണ് ആ 3 എകൾ? ഒന്നാമത്തെ എ എന്നുള്ളത് അക്സെപ്റ്റൻസ് എന്നുള്ള എ. അക്സെപ്റ്റൻസ് എന്ന വാക്കിൻ്റെ എ, ആദ്യത്തെ അക്ഷരം. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മറ്റുള്ളവർ സ്വീകരിക്കുകയാണ്. മറ്റുള്ളവർ നമ്മെ സ്വീകരിക്കുകയും നമ്മെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് ആക്സെപ്റ്റൻസ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മെ ഇഷ്ടമാകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും, അംഗീകാരമുണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. അതാണ് ആക്സെപ്റ്റൻസ് എന്നുള്ളത്. അത് എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. രണ്ടാമത്തെ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അഫിലിയേഷൻസ്, അഥവാ നമുക്കുണ്ടാകുന്ന ബന്ധങ്ങൾ. ആ അഫിലിയേഷൻസ്, നമുക്ക് എന്തിനോടാണോ നമ്മൾ ചേരുന്നത്, എന്തിനോടാണ് യോജിക്കുന്നത്, എന്തിനോടാണോ നമ്മൾ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ആ സംരംഭങ്ങളിൽ നിന്നുള്ള അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. മൂന്നാമത്തെ സന്തോഷത്തിൻ്റെ അടിസ്ഥാന കാരണമായി മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത് അച്ചീവ്മെൻറ്റ് എന്നുള്ള വാക്കാണ്. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേട്ടങ്ങൾ. വ്യക്തിപരമായി സമൂഹപരമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് സന്തോഷമുണ്ടാകും. ഈ 3 എകളാണ് അടിസ്ഥാനപരമായി സന്തോഷത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെന്നാണ് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, എന്നാൽ വിശുദ്ധ തിരുവചനത്തിൻ്റെ ആദിയോടന്തം സർവശക്തനായ ദൈവം വചനത്തിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ്, സകല ജാതികൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. എപ്പോഴാണ്? ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടത്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിന്ന് ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. സദ്വാർത്ത എന്ന് പറഞ്ഞാൽ സുവിശേഷം.
നല്ല വാർത്ത, സന്തോഷത്തിൻ്റെ സുവിശേഷം, സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് ആ സദ്വാർത്ത? സ്വർഗത്തിൽ നിന്ന് മാലാഖ ഇറങ്ങി വന്നറിയിക്കുന്ന സദ്വാർത്ത എന്താണ്? ആ വചനമാണ് അടുത്ത 11-ാമത്തെ വചനം. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. എവിടെ? ദാവീദിൻ്റെ പട്ടണത്തിൽ. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി. ആരോടാ പറയുന്നത്? ദൂതൻ, സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് പറയുന്നത് തണുപ്പിലും ക്ലേശത്തിലും ദാരിദ്ര്യത്തിലും നിരാശയിലും കഴിയുന്ന പാവപ്പെട്ട ദരിദ്രരായ ആട്ടിടയന്മാരോടാണ്. ദൈവത്താൽ സമർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ കേൾവിയുടെ പരിധിയിലായിരിക്കുന്ന, ഈ വചനത്തെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷേ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലായിരിക്കാം, രോഗത്തിൻ്റെ വേദനയിലായിരിക്കാം, സാമ്പത്തികമായ കെടുതിയിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെ വല്ലാത്ത നിരാശയിലായിരിക്കാം. ആട്ടിടയന്മാരെ പോലെ തണുപ്പിലും മതിയായ സംരക്ഷണം കിട്ടാതെ പ്രതികൂലമായ ജീവിത കാലാവസ്ഥയോട് പൊരുതുന്നവരായിരിക്കാം നിങ്ങൾ. അവിടെ സ്വർഗത്തിലെ ദൂതൻ വന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്റെ പ്രയാസം എന്തായിരുന്നാലും നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ, നിനക്ക് ആവശ്യമായത് നൽകാൻ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സന്തോഷത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ, മഹാസന്തോഷത്തിൻ്റെ, അതായത് വികലമായി പോകാത്ത, ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ നശിച്ചു പോകാത്ത, ദീർഘമായി നിലനിൽക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണാവോ ആ സദ്വാർത്ത? ആട്ടിടയന്മാർ കാതുകൂർപ്പിച്ചു ശ്രദ്ധയോടിരുന്നു. എന്താണാവോ ആ സദ്വാർത്ത? സദ്വാർത്ത ഇനി പറയുകയാണ്, ഇതാ ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി, അതെ, നിൻ്റെ ക്ലേശത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ, നിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ, നിൻ്റെ പ്രയാസത്തിൽ നിന്ന്, നിൻ്റെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മാരകമായ അവസ്ഥയിൽ നിന്നൊക്കെ നിന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. ആരാത്? കർത്താവായ ക്രിസ്തു. കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ആനന്ദ അനുഭവം എന്നും നിലനിൽക്കാൻ ക്രിസ്തു എനിക്കായി ജനിക്കണം. എനിക്കായി എവിടെ ജനിക്കണം? എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം, എൻ്റെ കുടുംബത്തിൽ ജനിക്കണം, എൻ്റെ സമൂഹത്തിൽ ജനിക്കണം, എൻ്റെ സഭയിൽ ജനിക്കണം, എൻ്റെ ദേശത്ത് യേശു ജനിക്കണം. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നോക്കൂ, മാലാഖയുടെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്ന് പറയുകയാണ്, മാനവരാശിക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടിയല്ല, നിനക്ക് മാത്രം വേണ്ടിയല്ല, നിൻ്റെ കുടുംബത്തിന് മാത്രം വേണ്ടിയില്ല, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണത്. ആ സദ്വാർത്ത എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തു നിനക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ സന്തോഷം നിലനിർത്തണം. നമ്മളൊക്കെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നവരാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒരു ജന്മദിനാഘോഷമാണ്. ഈ ജന്മദിനമൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ വാസ്തവത്തിൽ ആരുടെ ജന്മദിനമാണോ ആഘോഷിക്കുന്നത് ആ ആളെ ഹൈലൈറ്റ് ചെയ്യാൻ, ആ ആളെ ഉയർത്തി നിർത്താൻ, ആ ആളെ കാര്യമായി പരിഗണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ക്രിസ്മസ് നാളുകളിലെ പ്രധാന ചിന്താ വിഷയമായി നമ്മളെ ഉദ്ദീപിപ്പിക്കേണ്ടത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ
ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താറുണ്ട്. ഓരോ വയസ്സ് പൂർത്തിയാകുമ്പോഴും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ വയസ്സിന്, പിന്നെ നിരന്തരം എല്ലാ പിറന്നാളുകൾക്കും, അത് കഴിഞ്ഞാൽ 50 വയസ്സ് പൂർത്തിയാകുമ്പോൾ, 25 വയസ്സ് പൂർത്തിയാകുമ്പോൾ, 70 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഒക്കെ സെലിബ്രേഷൻസ് ഉണ്ട്, ആഘോഷങ്ങളുണ്ട്. ഇന്ന് ഈ കാലഘട്ടം എന്തിനും ഏതിനും ആഘോഷം കണ്ടെത്തുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, ഏത് കുടുംബത്തിലായാലും എന്തിനും ഏതിനും ആഘോഷവേളകളാക്കി മാറ്റുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ നമുക്കറിയാം, 2020 മാർച്ച് മാസം മുതൽ ഈ ആഘോഷങ്ങൾക്കെല്ലാം നമുക്കൊരു പിടി വീണിരിക്കുകയാണ്, ഒരു നിയന്ത്രണം വന്നിരിക്കുകയാണ്. എത്രയോ പണം മുടക്കി, എത്രയോ ആർഭാടമായി, ആഘോഷമായിട്ടാണ് ആളുകൾ വിവാഹ സദ്യകളും വിവാഹ സൽക്കാരങ്ങളും ഒക്കെ നടത്തിയിരുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻസ് പോലും വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, വളരെ പരിമിതമായ രീതിയിൽ, വളരെ ചുരുങ്ങിയ രീതിയിൽ, ആർഭാടങ്ങളോ അനാവശ്യമായ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ ശാന്തമായി ഇപ്പോൾ വിവാഹം നടത്താനറിയാം, സെലിബ്രേഷൻസ് കൊണ്ടാടാൻ ആളുകൾക്കറിയാം, ഏത് വിധത്തിലുള്ള ആഘോഷങ്ങളും ഒതുക്കി തീർക്കാൻ. പാവപ്പെട്ടവൻ ദാരിദ്ര്യം അനുഭവിച്ച് വീടിൻ്റെ പടിക്ക് കിടക്കുമ്പോൾ അവനെപ്പോലും പരിഗണിക്കാതെ നിൻ്റെ പണത്തിൻ്റെ സമ്പത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാൻ, നിൻ്റെ ആഡംബരത്തിൻ്റെ മികവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നീ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടം അതിനെല്ലാം കൊച്ചുവിലങ്ങിട്ട് കഴിഞ്ഞു. അതൊന്നുമില്ലാതെ ഏറെ വിവാഹങ്ങളും സൽക്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ശാന്തമായി നടന്നു. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ ആർഭാടങ്ങളുടെ പുറകെ പോകരുത്. നോക്കൂ, രാജാതിരാജാവായ കർത്താവായ യേശു മിശിഹ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാഖാവെന്ന് പറയുന്നു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയ്ക്ക് കാരണമായ കർത്താവായ യേശു ക്രിസ്തു ജാതം ചെയ്തതെവിടെ? താൻ ഒരു കല്ലടാവിൽ, ഒരു പുൽക്കൂട്ടിൽ, കീറത്തുണിയിൽ, ഒരു പാറപ്പൊത്തിൽ പാവപ്പെട്ട ദരിദ്രനായി. ദൈവാധിദൈവത്തിന് വലിയ കൊട്ടാരങ്ങളിൽ ആർഭാടത്തോടുകൂടെ ആഘോഷമായിട്ട് ജനിക്കാമായിരുന്നു. ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കർത്താവിന് ഉദയം ചെയ്യാമായിരുന്നു ദൈവത്തിന്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് ആ വഴിയല്ല. പാവപ്പെട്ട കന്യകയായ പരിശുദ്ധ മറിയമിൽ ഉരുവായി തീർന്ന്, പരിശുദ്ധാത്മാവിനാൽ ആവേശം ചെയ്യപ്പെട്ട് ആ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നത് ഒരു കല്ലടാവിലാണ്. നോക്കൂ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സർവശക്തനായ ദൈവം ശാന്തനായി പറന്നു വിടും. വലിയ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. നിൻ്റെ സന്തോഷം നിനക്ക് നിലനിൽക്കണമെങ്കിൽ നീ ശാന്തനായി, വളരെ എളിമയോടുകൂടെ, താഴ്മയോടുകൂടെ നീ ആയിത്തീരുമ്പോൾ നിൻ്റെ സന്തോഷം, നിൻ്റെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും, വലിയ സന്തോഷം നിലനിൽക്കും, നിൻ്റെ സമൂഹത്തിൽ വലിയ സന്തോഷം നിലനിൽക്കും. ഇന്ന് ആരും എന്തിനും ഏതിനും ആളാവുന്ന, അവനവൻ്റെ തൻപോരിമ കാണിക്കുന്ന വലിയ വേളകളാണ്, ആഘോഷ സന്ദർഭങ്ങളാണ് ഒരുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല ചെയ്തത്. സ്വർഗം പഠിപ്പിച്ച വലിയ സന്തോഷം എന്നിലും നിങ്ങളിലും കുടികൊള്ളാൻ തമ്പുരാൻ പഠിപ്പിച്ചത് ശാന്തനായിരിക്കുക. ദാരിദ്ര്യത്തിലും കെടുതിയിലും പ്രയാസത്തിലും നീ ആണെങ്കിൽ ഇതാ നിനക്ക് സന്തോഷം നൽകാൻ ഞാൻ ഉദയം ചെയ്തിരിക്കുന്നു. കർത്താവായ യേശു മിശിഹ കൽപ്പിക്കുകയാണ്. കർത്താവായ യേശു മിശിഹ തൻ്റെ പ്രഭാഷണത്തിൻ്റെ ഓരോ വേളകളിലും നമ്മോട് ഈ കാര്യം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണാം, കർത്താവായ മിശിഹ കൽപ്പിക്കുകയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാൻ. അതെ, അന്ന് സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്ന് പറഞ്ഞറിയിച്ച സന്തോഷം എന്നും നിങ്ങളിൽ കുടികൊള്ളാനാണ് സർവശക്തനായ തമ്പുരാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. എന്നിലും നിങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങൾക്കുള്ള സകലത്തിന്മേലും ഈ സന്തോഷം എന്നും നിലനിൽക്കാനാണ് യേശു തമ്പുരാൻ ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടി, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത്. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളാരും ദുഃഖിച്ചും വിലപിച്ചും കരഞ്ഞു വിരിക്കണമെന്ന് കർത്താവായ യേശു മിശിഹ ആഗ്രഹിക്കുന്നില്ല. ശ്ലീഹന്മാരുടെ ഓരോ അനുഭവങ്ങളും ഓരോ ശുശ്രൂഷകളും സന്തോഷത്തിൻ്റെ പ്രേരണ നൽകുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ കൽപ്പിക്കുന്നത്, എപ്പോഴും നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവീൻ. അവിടെ സ്ലീഹ അടിവരയിട്ട് പറയുകയാണ്, ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളോട്, നിങ്ങൾ സന്തോഷിപ്പീൻ. അതെ, ഈ സന്തോഷം എപ്പോഴും നിലനിർത്താനാണ് ക്രൈസ്തവ ധർമ്മം. ഏത് സന്തോഷമാണ്? ലോകം തരുന്ന സന്തോഷമല്ല. ലോകം തരുന്ന സന്തോഷം വികലമായ സന്തോഷമാണ്. വികലമായ സന്തോഷം പെട്ടെന്ന് നശിച്ചില്ലാതായിത്തീരും. അത് നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനാണ് ഈ ക്രിസ്മസ് ആഘോഷവേള ആയിത്തീരേണ്ടത്. നമ്മൾ ചിന്തിച്ചു, ആരുടെ ജന്മദിനമാണോ നമ്മൾ ആഘോഷിക്കുന്നത് ആ വ്യക്തിയെ ഉയർത്തിക്കാട്ടണം. കർത്താവായ യേശു മിശിഹായുടെ ജന്മദിനമാണ് ക്രിസ്മസ് ആഘോഷമായി ലോകമെമ്പാടും കൊണ്ടാടുന്നത്. എന്നാൽ ശിശുവായ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കാനോ ആ യേശുവിനെ മുഖാമുഖം ഒന്ന് കാണുവാനോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, വെമ്പൽ കൊള്ളുന്നുണ്ടോ, പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ചിന്തയാണ്. നിന്നെ രക്ഷിക്കാൻ, നിൻ്റെ സന്തോഷം നിലനിൽക്കാൻ സ്വർഗം പഠിപ്പിച്ചു, നിങ്ങളുടെ രക്ഷയ്ക്കായി. അതെ, ആ രക്ഷകനായ യേശുവിനെ കാണുമ്പോഴാണ് ആ സന്തോഷം പൂർണ്ണമാകുന്നത്. യേശുവിനെ കാണുന്നത് എങ്ങനെയാണ്? വചനമായ ദൈവം. ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അതെ, വചനമാകുന്ന ദൈവം, ആ ദൈവം ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മധ്യത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലുമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കായി രക്ഷയ്ക്കായി വന്ന് ബെത്ലഹേമിൽ പിറന്നത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കല്ലടാവിൽ അഴുകിയ പഴകിയ കീറത്തുണിയിൽ ഒരു പാറപ്പൊത്തിൽ കർത്താവായ യേശു മിശിഹ ജനിച്ചെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയം അതൊരു പക്ഷേ നാറ്റം പിടിച്ചതായിരിക്കാം, ആർക്കും വേണ്ടാത്തതായിരിക്കാം, എല്ലാവരാലും അവഗണിക്കപ്പെടുന്നതായിരിക്കാം. അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയോജനങ്ങളൊന്നുമില്ലാത്തതായിരിക്കാം. പക്ഷേ ആ ഹൃദയം തമ്പുരാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, കല്ലടാവിലെ കാലിത്തൊഴുത്തിൽ കർത്താവായ യേശു മിശിഹ ഇറങ്ങി വന്ന് പിറന്നെങ്കിൽ തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും ഹൃദയമാകുന്ന കല്ലടാവിൽ നാറ്റം പിടിച്ചിരിക്കുന്ന അഴുകിയ കീറത്തുണിയുടെ കച്ചിത്തുരുമ്പിൽ സർവശക്തനായ ദൈവം ജനിച്ച പോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ജനിക്കും. അതിന് തമ്പുരാൻ വെമ്പൽ കൊള്ളുകയാണ്, തമ്പുരാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ കർത്താവായ യേശു മിശിഹായെ സ്നേഹത്തോടെ സ്വീകരിക്കുക എന്നുള്ള ബാധ്യതയാണ്, കടമയാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് അനിവാര്യമായിട്ടുള്ളത്. അതാണ് ക്രിസ്മസിൻ്റെ സന്തോഷം. ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടിയെ പുറത്തിരുത്തി ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ കുഞ്ഞിനെ കാണുന്ന, കുഞ്ഞിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകരുത്. പണ്ടൊരു സംഭവം വായിച്ചിട്ടുണ്ട്. വിദേശത്തൊരു സ്ത്രീ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണത്തിനിരിക്കുകയാണ്. അപ്പോൾ പരിചയമുള്ള ഒരാൾ ചോദിച്ചു, എന്താ ഇന്ന് പതിവില്ലാതെ? അത് ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഓഹോ, അപ്പോൾ കുഞ്ഞെവിടെ? ആ കുഞ്ഞിനെ ഇവിടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ കയറിയിരിക്കുന്ന ഹോട്ടൽ ഒരു മദ്യശാലയാണ്, അവിടേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നത് നല്ലതല്ലോ എന്നാണ് ഈ അമ്മ ആ കൂട്ടുകാരനോട് പറയുന്നത്. നോക്കൂ, ദൈവത്തെ പുറത്തു നിർത്തിയുള്ള ആഘോഷം നമുക്കുണ്ടാകുന്നെങ്കിൽ,
സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് നമുക്ക് ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുകയില്ല. നമുക്കറിയാം, ക്രിസ്മസിൻ്റെ കാലങ്ങൾ അടുക്കുമ്പോഴേക്കും ആദ്യം തന്നെ ആട്ടിടയന്മാർക്ക് ആകാശത്ത് നക്ഷത്രമാണ് ഉദയം ചെയ്തത്. ആട്ടിടയന്മാരും വിദ്വാൻമാരും നക്ഷത്രം കണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ, വന്ന് നമസ്കരിക്കാൻ, വന്ദിക്കാൻ ഇടയാക്കിയത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ആദ്യം നക്ഷത്രങ്ങൾ ഉയരുന്നത് എവിടെയാണ്? ക്രിസ്മസിൻ്റെ പ്രത്യേകമായ നക്ഷത്രം ഉയരുന്നത് എവിടെയാണ്? ആദ്യം നക്ഷത്രം ഉയരുന്നത് ബാർ ഹോട്ടലുകളിലും മദ്യശാലകളിലും തെരുവുകളിലുമൊക്കെയാണ്. എന്താ? അവിടെ കർത്താവ് ജനിക്കില്ലേ? കർത്താവ് ജനിക്കും. കർത്താവ് ജനിച്ച് വളരാനുള്ള സന്ദർഭം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് അവിടെ ഉദയം ചെയ്യും. അങ്ങനെയല്ല നമ്മളായിത്തീരേണ്ടത്. അതെല്ലാം വികലമായ സന്തോഷത്തിൻ്റെ, നശിച്ചു പോകുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ്. മറിച്ച് ഹൃദയത്തിൻ്റെ അൾത്താരയിൽ, ഞാൻ പറഞ്ഞു, അത് അഴുകിയതും പഴകിയതുമാണെങ്കിൽ പോലും ദൈവം ഉദയം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങളുടെ തലങ്ങളിലും നമുക്ക് ദൈവത്തെ സ്വീകരിക്കാം. അവിടെയെല്ലാം കർത്താവായ യേശു മിശിഹാ ഇറങ്ങി വന്ന് ജനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ്, അങ്ങനെ ജനിക്കുമ്പോഴാണ് ഈ ക്രിസ്മസ്, ആരുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അവനെ നമ്മൾ ആ തലത്തിൽ സന്തോഷത്തിന് അർഹനാക്കി തീർക്കുന്നത്, അത്തരത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഉറവിടം. വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ജനിക്കാൻ ഇടം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സർവശക്തനും സർവാധിപനുമായ വലിയവനായ കർത്താവെ, അങ്ങയുടെ മുമ്പിൽ സകല മുട്ടുകളും മടങ്ങുന്നല്ലോ. ദൈവമേ, അങ്ങ് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി, വലിയ സന്തോഷത്തിൻ്റെ പൂർത്തിക്കായി, ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് ബെത്ലഹേമിലെ കല്ലടാവിൽ ഇറങ്ങി വന്ന് വസിച്ചല്ലോ. തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവയോഗ്യമാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജാതം ചെയ്ത ആ വലിയ മനസ്സ് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിലും ആയിത്തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവമേ, അങ്ങയുടെ ഏകജാതൻ്റെ വലിയ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഞങ്ങൾക്ക് നൽകി ഞങ്ങളിലും ഞങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ഭൂവിതിൽ സ്നേഹം പിറക്കട്ടെ, ഭൂമിയിൽ ശാന്തത വാഴട്ടെ, ഭൂവാസികൾ നന്മയാൽ നിറഞ്ഞിടട്ടെ. ഭൂവിതിൽ സ്നേഹം പിറക്കട്ടെ, ഭൂമിയിൽ ശാന്തത വാഴട്ടെ, ഭൂവാസികൾ നന്മയാൽ നിറഞ്ഞിടട്ടെ. ദൂരെ 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 മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം.